السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്ത് ആലി ഇമ്രാൻ 3-ാമത്തെ അധ്യായമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. الله ഹയ്യുൽ ഖയ്യൂമാണ്. ഹയ്യാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സൃഷ്ടിചരാചരങ്ങളും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാം മയ്യത്താവേണ്ടതാണ്. ഡെഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അള്ളാഹ് അതില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതുപോലെ തന്നെ ഖയ്യൂമാണ്. ഹയ്യാണ്, ഖയ്യൂമാണ്. ഹൈ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹയാത്തിലാണ്. ജനനമില്ല, മരണമില്ല. അപ്പോൾ ജനനം എന്നൊരു സംഭവം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, മരണമില്ല. അതുപോലെ ഖയ്യൂമാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും നിയന്ത്രണാധികാരം, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന, എല്ലാറ്റിൻ്റെയും ഉടമയായ പടച്ച റബ്ബിന് ഈ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെ മേലെയും ആധിപത്യമുണ്ട്. എല്ലാറ്റിൻ്റെയും നിയന്ത്രണാധികാരം, ചെടികൾ മുളക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും. ഇപ്പം വ്യത്യസ്തമായ മതദർശനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ചില ദർശനങ്ങളിലൊക്കെ പലതിനും പല ദൈവങ്ങളാണ്. എന്നാൽ യാഥാർത്ഥ്യമാവട്ടെ അള്ളാഹുവിന് ഇതെല്ലാം സംഭവ്യമാണ്. ഈ എല്ലാ പ്രപഞ്ചത്തിൻ്റെ സകലമാന അനക്കങ്ങളും എല്ലാം അള്ളാഹുവിന് അറിയുന്നതാണ്. അപ്പോൾ അള്ളാഹു അതിനെല്ലാം എല്ലാറ്റിൻ്റെയും പരിപാലകനാണ്. എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹിൻ്റെ കഴിയിലാണ്. നമ്മൾ ഈ നിയന്ത്രണം, പരിപാലനം എന്നൊക്കെ മലയാളം പറയുമ്പോൾ ഈ ഖയ്യൂം എന്ന വാക്കിന് യഥാർത്ഥത്തിൽ എല്ലാറ്റിനും കഴിവുറ്റവൻ. ഒരു മലയാള പദം നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റബ്ബിന് പറയാൻ പറ്റൂല, അള്ളാഹ് എന്നുള്ള വാക്കിന് തന്നെ മലയാളം പറയാൻ പറ്റൂല. പണ്ട് കാലത്ത് ഒരു കാലഘട്ടത്തിൽ ഖുർആൻ തഫ്സീർ വെക്കാൻ പാടില്ല എന്നുള്ള അത് അന്നത്തെ സൂക്ഷ്മതയായിരുന്നു. പണ്ഡിതന്മാരത് അങ്ങനെ ഒരു ഘട്ടത്തിൽ അവരെ പ്രേരിപ്പിക്കുന്നത് അറബ് പഠിച്ച്, ഭാഷ പഠിച്ച് ഖുർആനെ മനസ്സിലാക്കണം എന്നുള്ളിടത്തായിരുന്നു പണ്ഡിതന്മാരുടെ നിലപാട്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. പലപ്പോഴും തെറ്റായ അർത്ഥത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ വരുന്നതും ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നതാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചവർക്ക് തന്നെ മലയാളിയായ ഇംഗ്ലീഷ് കൂടുതൽ അറിയാം. അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് പഠിച്ചൊരു സംസാരിക്കാനൊക്കെ പറ്റുന്ന ആളിന് വരെ മലയാളത്തേക്കാൾ അപ്പുറം ഒരു സംസാരിക്കാൻ നല്ലത് ഇംഗ്ലീഷാണ് അവർ പറയും. മലയാളം സംസാരിക്കുന്നതെന്നല്ല, അത് ആശയപരമായ ഗഹനത അറബ് ഭാഷയിലാണ്, പിന്നെ ഇംഗ്ലീഷിലാണ്, പിന്നെ മലയാളത്തിൽ പലതിനും വാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ നിങ്ങളോട് ഈ വിഷയം സംവേദനം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു വാക്ക് പറയാം. അപ്പോൾ ഐ എം വെരി കോൺഫിഡൻറ്റ് ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കാണ്. ഞാൻ വലിയ ആത്മവിശ്വാസമുള്ളവനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മേലെയാണ് ഐ എം വെരി കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആശയ ലോകം. അതുപോലെ ഖയ്യൂം എന്ന പദത്തിന് നമുക്ക് പെട്ടെന്ന് വെക്കാൻ കഴിയില്ല. ഹയ്യാവട്ടെ നമുക്ക് എന്നെന്നും ജീവിക്കുന്നവൻ എന്നുള്ളതിൽ അർത്ഥത്തിൽ ആ ഹയ്യായിട്ടുള്ള ഹയ്യ് എന്ന വാക്കിൽ 2-3 കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. കാരണം ഒന്ന്, ജനനം നടന്നിട്ടില്ല, അള്ളാഹ് സ്വയം ജനിക്കുകയല്ല, അള്ളാഹുവിന് മരണമില്ല. എന്നെന്നും നിലനിൽക്കുന്ന ആ ഒരു തുടർച്ചയായ എന്നെന്നുമുള്ള റബ്ബിൻ്റെ ആ ശക്തിയെ ആണ് ഹയ്യ് എന്ന വാക്ക്. ഹയ്യാണ്, ഖയ്യൂമാണ്. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل. തൗറാത്ത്, ഇഞ്ചീൽ, അതെന്താണെന്ന് ആദ്യം പറയാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൗറ മൂസ അലൈഹി സ്വലാമിൻ്റെയാണ്, ഇഞ്ചീൽ ഈസ അലൈഹി സ്വലാമിൻ്റെയാണ്. എന്നാൽ ഈ തൗറാത്ത് ആവട്ടെ, ഇഞ്ചീലാവട്ടെ, ശരിക്ക് ആധികാരികമായ പഠനങ്ങൾ നടത്തിയാൽ ഇത് രണ്ടും കൈമോശം വന്നിട്ടുണ്ട് എന്ന് സയൻറ്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് സത്യം. ഇഞ്ചീലിനെ സംബന്ധിച്ച് പറയണ്ട, മൂസ അലൈഹി സ്വലാമിനെ പോലെയല്ല ഈസ അലൈഹി സ്വലാം. ഈസാ നബി ആകെ 33 വയസ്സെങ്ങാനേ ഭൂമിയിലുള്ളൂ.
ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഗ്രന്ഥമായിട്ട് രേഖപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഈസാ അലൈഹി സ്വലാം സംസാരിച്ച അരാമിക് ഭാഷയാണ് പറയപ്പെടുന്നത്. പിന്നെ ഹീബ്രു ഭാഷയിലാണ് അത് രേഖപ്പെടുത്തിയത്. പിന്നെ അത് ഇംഗ്ലീഷിലേക്കും മറ്റു ഫ്രഞ്ചിലേക്കും പല ഭാഷകളിലേക്കും ഗ്രീക്കിലേക്കും പല ഭാഷകളിലേക്കും അത് പരിവർത്തനം. ഇപ്പോൾ മലയാളത്തിലടക്കം അത് ലഭ്യമായി എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ ആധികാരികമായ സ്രോതസ്സ് ദുർബലമാണ്. അതന്നെ നമ്മൾ ആലോചിച്ചാലും മതി. ഒരു ഭാഷ സംസാരിക്കുക, പ്രവാചകൻ ഒരു ഭാഷ സംസാരിക്കുക, എന്നിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ മലയാളിയായിട്ടുള്ളൊരു പ്രവാചകൻ വന്നു, എന്നിട്ട് ഒരു ബംഗാളി വന്നിട്ട് ഈ പ്രവാചകൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ഈ കോഴിക്കോട്ട് മലപ്പുറത്തൊക്കെ വന്നിട്ട് അയാളെ പറ്റി പഠിച്ചിട്ട് ബംഗാളിൽ പോയിട്ട് ഒരു ബുക്ക് എഴുതി. എന്നിട്ട് ആ ബുക്ക് ബംഗാളിൽ വലിയ പ്രചാരം നേടി. എന്നിട്ട് അപ്പോൾ ആ വന്ന അയാളുടെ ഇഷ്ടങ്ങളും തോന്നലുകളൊക്കെ അതിൽ ചേർത്തിട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അങ്ങാടിയിൽ വന്ന് സംസാരിച്ചപ്പോൾ ഇയാളെ പറ്റി ആരോ എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തൊക്കെ എഴുതി വെച്ചതാവാം. അങ്ങനെ എന്ന് വെച്ചാൽ ഒത്തൻറ്റിക് അല്ല ഇഞ്ചിയിൽ. ഇന്നത്തെ ബൈബിളിലേക്ക് വെളിച്ചം വീശുകയാണത്. തൗറാത്ത് യഥാർത്ഥത്തിൽ അത് വേദമായിട്ടുണ്ടായിരുന്നത് 12 ഗോത്രങ്ങളെ കേൾപ്പിച്ചിരുന്നു, 12 കോപ്പി ഉണ്ടായിരുന്നു ഒക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതും നഷ്ടപ്പെട്ടു. ഇസ്രായേൽക്ക് തന്നെ അത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഉണ്ടായത് അവർ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി. അപ്പോൾ ഇത് രണ്ടും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഈ ആയത്ത് എന്ത് പറയുന്നു? നസ്സല അലൈക്കൽ കിതാബ്, ഈ വേദം, വിശുദ്ധ ഖുർആനെ പറ്റിയാണ് പറയുന്നത്. ഈ വേദഗ്രന്ഥം ഖുർആൻ, നസ്സല അലൈക്കൽ കിതാബ് ബിൽ ഹഖ്, ഹഖ് ശരിയാ, മുൻ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നിങ്ങളുടെ അടുത്ത് കയ്യിലുണ്ടായിരുന്ന, ഇത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കൂടെ അഭിസംബോധന ചെയ്യാണ്. കാരണം ഇവിടെ ഒരു പശ്ചാത്തലമുണ്ട്. സൂറത്ത് ആലു ഇമ്രാൻ ഇറങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഈ ബനി ഇസ്രായേൽ സമൂഹവും അവിടെ ഉണ്ടായിരുന്ന മദീന, ഇത് ബദ്ർ യുദ്ധത്തിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിലാവണം ഈ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു മദീനയോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ചില ഗോത്രങ്ങളിലായി താമസിച്ചിരുന്ന ക്രൈസ്തവ ജൂത കുടുംബങ്ങൾ, ഗോത്രങ്ങൾ, അല്ലെ മദീനക്കകത്തുള്ള ഗോത്രങ്ങൾ, ഇവർ ഇസ്ലാമിനോടും മദീനയോടും കാണിച്ചിരുന്ന നിലപാടുകൾ, ഇതൊക്കെയാണ്. അതുകൊണ്ട് അവരെ കൂടെ അഡ്രസ്സ് ചെയ്യാണ്. അവരോടും പറയാം, നസ്സല അലൈക്കൽ കിതാബ്, നിങ്ങൾക്ക് ഈ കിതാബ് തന്നത് ഒരു പുതിയ ഒന്നും പറയല്ല, പുതിയൊരു വാർത്തയായിട്ട് വന്ന കിതാബല്ല. ബിൽ ഹഖ് മുസദ്ദിഖ്, നിങ്ങളെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിയിട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ശരിയായ ബൈബിളും, ഇപ്പോഴുള്ള ബൈബിളല്ല ഇഞ്ചിൽ, ബൈബിളിൽ ഒരുപാട് മാറ്റത്തിരുത്തൽ, ഇപ്പോൾ മത്തായി, യോഹന്നാൻ, ലൂക്കോസ്, മാർക്കോ, അതൊക്കെ ഇങ്ങനെ അവരുടേതായ കോട്ടിങ് ഇട്ടിട്ട് പിന്നെ അതിനെ വിശദീകരിച്ച് എന്താണ് വേദവാക്യം, വേദവാക്യത്തിൻ്റെ വ്യാഖ്യാനം ഏതെന്ന് സാധാരണക്കാരന് മനസ്സിലാവാത്ത രീതിയിൽ ഇന്ന് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഡിസ്കഷനിൽ പിന്നെ ഇവർ ക്രൈസ്തവർ തന്നെ ഇരുന്നിട്ടുള്ളൊരു ഡിസ്കഷനാണ്. അതിൽ ഒരു വൈദികൻ സംസാരിക്കുകയാണ്, യേശു ഒരിക്കലും ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം അതിനെ അവരുടെ മുമ്പിൽ തെളിവ് സഹിതം പറയാണ്. യഥാർത്ഥത്തിൽ ഖുർആനും അത് പറയുന്നുണ്ട്, ശരിവെക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ രീതിയിൽ ആണിയടിച്ച് ഒരു ഇൻറ്റു എഴുതിയിട്ട്, അല്ല ഒരു പ്ലസ് ഇതിൽ പിന്നെ ആണിയടിച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട അവസ്ഥയിൽ അള്ളാഹ് വിട്ടുകൊടുത്തിട്ടില്ല ഈസാ അലൈഹി സ്വലാമിന്. അപ്പോൾ അത് അള്ളാഹു ഉയർത്തിയതാണ്. യഥാർത്ഥത്തിൽ അത് ഇനിയിപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ യൂദാസിന് ആളെ മാറിപ്പോയതാണെന്നാണ് ഈ വൈദികൻ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ, ഈ ഹക്ക് എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഒരിക്കലും മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെയോ പ്രവാചകന്മാരെയോ നിരാകരിച്ചു കൊണ്ടല്ല, അതൊക്കെ സത്യമാണ്. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും മൂല്യങ്ങളും സമമാണ്. എന്താണോ മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്, എന്താണ് ഈസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്, ഇത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രവാചകന്മാർക്കിടയിലും വിവേചനമില്ല, വേദഗ്രന്ഥങ്ങൾക്കിടയിലും വിവേചനമില്ല. അവരെന്താ പറഞ്ഞത് അത് തന്നെ സത്യപ്പെടുത്തി തന്നെയാണ് ഈ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അവരുടെ ആഢ്യത്വവും അഹങ്കാരവും ഈഗോയും അന്ന് നിലനിന്നിരുന്ന വർണ്ണപരമായ വംശീയമായിട്ടുള്ള അവസ്ഥകളുമാണ്. അറബികളെ അവർ ആ രീതിയിലാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. അറബികൾ ഉന്നത കുലജാതരല്ല, ഞങ്ങളാണ് ഉന്നത കുലജാതരായ ബ്രാഹ്മണ സ്വഭാവമല്ലേ പണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയെപ്പോലെ
അന്ന് അവിടെ ഞങ്ങളൊക്കെ ഇപ്പം ഇന്നും പല ക്ഷേത്രങ്ങളിലും അവരെ കുറ്റപ്പെടുത്തി അധിക്ഷേപിക്കുകയല്ല, യാഥാർത്ഥ്യം പറയാം, പല ക്ഷേത്രങ്ങളിലും താണജാതിക്കാർക്ക് പ്രവേശനമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഉന്നത കുലജാതരാണ്, അവർ താഴ്ന്ന ജാതിക്കാരാണ് എന്നുള്ള ഒരു അധമ ബോധം അത് താഴെയുള്ളവർക്കുണ്ട്. ഞങ്ങൾ പട്ടികജാതിയാണ്, ഞങ്ങൾ താഴെക്കടയിലാണ്, ഞങ്ങൾ മോശക്കാരാണ് എന്ന് ആ ഒരു ബോധം ഇവരിൽ കുത്തി നിറയ്ക്കുകയും മറ്റുള്ളവരിൽ ആ ഒരു ബോധം ഞങ്ങൾ വലിയ ആളുകളാണ്, ദൈവത്തിൻ്റെ ആളുകളാണെന്ന ബോധം അത് നിലവിൽ ഇന്ത്യയിലുണ്ട്. നിലവിലും ചില നാടുകളിലൊക്കെ വളരെ അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ മക്കയിലുണ്ടായിരുന്നു, മദീനത്തുണ്ടായിരുന്നു. അത് 2-3 രീതിയിലുണ്ട്. ഒന്ന്, ഈ ജൂതന്മാർ ക്രിസ്ത്യാനികളെ മോശക്കാരാക്കുന്ന അവസ്ഥ ഉണ്ട്. അതുപോലെ ക്രിസ്ത്യാനിറ്റി അവിടെയുള്ള ക്രൈസ്തവരാവട്ടെ അറബികൾ ആ രീതി കണ്ണിൽ കണ്ടവരുണ്ട്. ഇനി അറബികളുടെ അവസ്ഥ തന്നെ, അവരെന്നെ വലിയ ഞങ്ങളെ ഗോത്രമഹിമയിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അവരെ സംബന്ധിച്ച് ഞങ്ങളെ ഗോത്രം, ഞങ്ങളെ ഗോത്രമല്ലല്ലോ, നിങ്ങളെ ഖബീല ഏതാണ് എന്ന് ചോദിച്ചിട്ട് ആ രീതിയിലുള്ള പെരുമാറുന്ന ആളുകളായിരുന്നു അറബികളിലുണ്ടായത്. ആ ഒരു അവസ്ഥ ഉണ്ട്. ഇതിന്ന് യൂറോപ്പിലുണ്ട്. വെള്ളക്കാരനും കറുത്തവനും തമ്മിലുള്ള ഈ അന്തരം ഇപ്പോഴും ഉണ്ട്. ഇനി ലോകത്തെല്ലായിടും നമ്മുടെ കുടുംബത്തിൽ തന്നെ പണമുള്ളവനും ഇല്ലാത്തവരും തമ്മിലുണ്ട്. ആ ഒരു ഈഗോ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഒരു സൈഡ്. ഇവർക്ക് ഖുർആൻ ദീനിനെ മനസ്സിലാക്കുന്നിടത്തും അള്ളാഹിൻ്റെ റസൂലിനെ, മുഹമ്മദ് റസൂലുള്ളയെ പ്രവാചകനായി അംഗീകരിക്കുന്നതിലും അവരുടെ മനസ്സിൽ തടസ്സമുണ്ടായത്. എന്നാലാവട്ടെ സൽമാനുൽ ഫാരിസി നമ്മളറിയാലോ, അപ്പോൾ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ഒരുപാട് മറ്റ് മതദർശനങ്ങൾ ക്രൈസ്തവരോടൊപ്പം ചേർന്ന് ജൂതന്മാരുടെ കൂടെ നടന്ന് അങ്ങനെ അവരുടെയൊക്കെ വേദഗ്രന്ഥങ്ങൾ പഠിച്ച് യഥാർത്ഥ പ്രവാചകനെ കണ്ടെത്താനുള്ള ശ്രമം. ഇപ്പം വറഖത്ത് ബിൻ നൗഫൽ നമ്മൾ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇവരൊക്കെ ഇസ്ലാമിനെ പറ്റി മറ്റ് മതങ്ങളിൽ നിന്ന് പഠിച്ച് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി അവർക്ക് ഈ ഒരു യഥാർത്ഥ വിശ്വാസികളായിരുന്നവർക്ക് ഒരിക്കലും ഇസ്ലാമിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴാന്ന് പറയട്ടെ. നിങ്ങളൊരു യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ, യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ, അതായത് ഒരിക്കലും വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിക്കില്ല, അത് സത്യമാണ്. എനിക്ക് ഹിന്ദു സുഹൃത്തുക്കളുണ്ട്, ആലിമീങ്ങളായിട്ടുള്ള, നമ്മൾ പറയാലോ പണ്ഡിതന്മാരായിട്ടുള്ള ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. നമ്മളവരുമായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. അത് ഞാൻ ഡൽഹിയിൽ വെച്ചിട്ട് ഒരു സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ ഒരു ശിഷ്യത്വം, ആ ഒരു ഫോളോവറായിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചു. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അവർ ബിംബാരാധന പറഞ്ഞു, ഞാനൊരു ബിംബത്തിൻ്റെ മുമ്പിൽ, ഒരു പ്രതിഷ്ഠയുടെ മുമ്പിലും ഒരു പൂജിക്കാറില്ല എന്ന് പറഞ്ഞു. അവർ എന്നുവെച്ചാൽ അവരിലും അങ്ങനെയുള്ളവരുണ്ട്, തൗഹീദ് ഉൾക്കൊണ്ട, എന്നുവെച്ചാൽ അതാണല്ലോ തൗഹീദ്, ഏകദൈവത്വം എന്നത് അംഗീകരിക്കുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പല വ്യക്തികളും പല വേദികളിലും അത് പറയുന്നതാണ്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ക്രൈസ്തവർ തന്നെ അറിവുള്ള യഥാർത്ഥ ആലിമീങ്ങളായിട്ടുള്ള ജ്ഞാനം നേടിയവർ ഒരിക്കലും അവർ ബിംബാരാധന പോലും യേശുവിന് തന്നെ പ്രവാചകനായിട്ടല്ലാതെ ഒരു മഹിമ കൊടുക്കുക എന്നുള്ളതിലപ്പുറം, മറിയം ബീവിക്ക് മറിയത്തിന് നൽകുന്ന ഒരു പദവി നൽകുന്നു എന്നതിനപ്പുറം ഒരു ദൈവിക പദവിയിലേക്ക് ഉയർത്താൻ തയ്യാറല്ലാത്ത ക്രൈസ്തവരും ഉണ്ടെന്നുള്ളത് സത്യമാണ്. അങ്ങനെയുള്ളവരൊക്കെ അന്ന് ഫോളോവറായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച് അവർക്ക് യാതൊരു തടസ്സം ഉണ്ടായില്ല, അവർക്ക് ഭാഷ തടസ്സം ഉണ്ടായില്ല. അറബികൾ പോലും അല്ലാത്തവർ വന്നിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന യാഥാർത്ഥ്യം അവർക്കറിയാം. അതുപോലെ നസ്സല അലൈക്കൽ കിതാബി, ഖുർആൻ അവതരിച്ചത് നേരത്തുള്ള ഇഞ്ചീലും തൗറാത്തിനെയും പ്രവാചകന്മാരെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ്. ഇതും അവർക്കറിയാം. മിൻ ഖബ്ലു ഹുദൻ ലിന്നാസി വഅൻസലൽ ഫുർഖാൻ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥം അത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗത്തിന് വേണ്ടിയാണ്. വ അൻസലൽ ഫുർഖാൻ, അത് സത്യമല്ലാത്ത അസത്യം അത് വേർതിരിക്കുന്ന, അതിനാണ് ഫുർഖാൻ എന്ന പദം തന്നെ. ഫുർഖാൻ എന്ന പദം യൗമുൽ ഫുർഖാൻ എന്നാണ് ബദർ ദിനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ സത്യാസത്യ വിവേചന ദിവസം. സത്യമെന്ത് അസത്യമെന്ത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥ ദൈവം എന്ത്, ഫേക്കായിട്ടുള്ള ദൈവം ഏത് എന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഹുദൻ ലിന്നാസ്. അപ്പം എന്തിനാണ് ഖുർആനും മുൻകാല വേദങ്ങളും ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ,
യഥാർത്ഥത്തിൽ ദൈവിക പാരമ്പര്യമുണ്ട്, നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. കാരണം എന്നെ പ്രതിമ അസ്ഥി ഒരു പറയുന്നത് തെറ്റാണോ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു വാക്യം ശരിയാണെങ്കിൽ, അത് യഥാർത്ഥ വേദപാരമ്പര്യമാണെങ്കിൽ, പ്രതിമയോ രൂപങ്ങളോ യഥാർത്ഥത്തിൽ ദൈവത്തിനില്ല എന്ന സംസ്കൃത വേദവചനം ശരിയാണെങ്കിൽ അതിൻ്റെ സ്രോതസ്സ് ഹക്കാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു പക്ഷേയല്ല, ഇത്രയധികം വിശാലമായ ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ അനുരണനങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങളും. യഥാർത്ഥത്തിൽ യഥാർത്ഥ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ഒരു സിഖുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വേറെ യഥാർത്ഥ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു യഥാർത്ഥ മുസ്ലിമിൽ നിന്ന് ഒരിക്കലും ഭിന്നമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും ഭിന്നമല്ലാന്ന്. പിന്നുണ്ടായ ആചാരങ്ങളെ പറ്റിയല്ല പറയുന്നത്, ആചാരാനുഷ്ഠാനങ്ങളുടെ മേലെയല്ല, അന്തസത്തയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എല്ലാം ഒരു സ്രോതസ്സിൽ നിന്ന് പല കഴിവഴിയായിട്ട് ഒഴുകുന്ന പുഴകളാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതായത് ഹിന്ദു ദർശനം ശരിയാണ് എന്നല്ല പറഞ്ഞു വരുന്നത്, ഹിന്ദു ദർശനത്തിൻ്റെ അടിസ്ഥാനം ശരിയാണ്. അതിനെപ്പറ്റി പഠിക്കണം. അത് ഒറ്റവാക്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾ ആധികാരികമായ പഠനങ്ങൾ നടത്തിയാൽ യഥാർത്ഥ ഹിന്ദു മതവിശ്വാസ പ്രകാരം ഈ കാണുന്ന ബിംബങ്ങളോ ദൈവങ്ങളൊന്നും കോടാനുകോടി ദൈവങ്ങളൊന്നും ഇല്ല. അതൊക്കെ വെറും അവതാരങ്ങളും ചില കഥകളും ഇതിഹാസങ്ങളൊക്കെയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ അന്തസത്ത തൗഹീദിലേക്ക് വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വശം. മാത്രമല്ല, ചില വേദവചനങ്ങളിൽ തന്നെ, പുരാണങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പറ്റി പറയുന്നു എന്നതാണ് സത്യം. അത് ശരിക്കും പഠന വിഷയമായി ഇപ്പോഴും പഠിക്കേണ്ട ഒരു സത്യമാണ്. അത് ബൈബിളിലല്ല, മുമ്പിൽ ഇഞ്ചീലിൽ അത് പറഞ്ഞുള്ള കാര്യമാണ്. മുമ്പിൽ എൻ്റെ വചനങ്ങൾ ആ പ്രവാചകനിൽ ആക്കും എന്ന് പറയുന്ന വചനങ്ങൾ വരെ ഈസാ അലൈഹി സ്വലാം പറഞ്ഞിട്ടുള്ളതാണ്. ഈസാ അലൈഹി സ്വലാമും മൂസ അലൈഹി സ്വലാമും കാത്തിരുന്നതും ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, മുഹമ്മദ് റസൂലുള്ളയുടെ വരവിന് വേണ്ടിയാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പോൾ ഇതൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് മുമ്പ് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെയൊക്കെ ഉദ്ദേശം ജനങ്ങളെ നന്മയിലേക്ക്, ഹുദയിലേക്ക്, സന്മാർഗത്തിലേക്ക്, ശരിയായ വഴിയിലേക്ക് നയിക്കുക. വ അൻസലൽ ഫുർഖാൻ, സത്യമെന്ത് അസത്യമെന്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കൂടിയാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതില്ലാഹി ലഹും അദാബും ശദീദ്. എന്നാൽ കാഫിറുകൾ, നിഷേധികളായ ആൾ, അവിടെ നിഷേധത്തിൻ്റെ മനസ്സ്, അത് അഹ്ലുൽ കിതാബുകാരായിട്ടുള്ളവരാകട്ടെ, ഈ ക്രൈസ്തവരാവട്ടെ, ജൂതന്മാരാവട്ടെ, ഇനി അതൊന്നും അല്ലാത്ത മുശ്രിക്കുകളാവട്ടെ, അവരൊക്കെ കുഫ്റിലേക്ക് അവരുടെ മനസ്സ് പോകുന്നത്, അള്ളാഹിൻ്റെ ആയാത്തിനെതിരെ നിഷേധിക്കുന്നവർ, അവർക്ക് അദാബുൻ ഷദീദാണ്, അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്. വല്ലാഹു അസീസുൻ ദു ഇന്തിഖാം. അള്ളാഹു കഠിനമായ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്, അള്ളാഹു പ്രതാപിയാണ്, അസീസാണ്. എന്നാൽ ദുഷ്ടന്മാരോട് ഇന്തിഖാം, അതിൻ്റെ പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ. അതുകൊണ്ട് ഈ ആകാശലോകത്തോ ഭൂമിയിലോ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമില്ല. ലാ യഖ്ഫാന്ന് അള്ളാഹ്ക്ക് മറയായിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാം പച്ചവെള്ളം പോലെ അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹിൻ്റെ സൂപ്പർവിഷനിലാണ് നിങ്ങളെല്ലാവരും. കാഫിറുകളെ, നിങ്ങൾ സൂക്ഷിച്ചോ എന്നുള്ളൊരു മേലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് അടുത്തായിട്ട് വരുന്നത്. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയം, അത് വയറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെറിയ അവസ്ഥയിൽ വരെ നമ്മൾ അവിടുന്ന് വലുതാക്കിയിട്ട് ഈ ഒരു 9 മാസക്കാലമുള്ള രൂപപ്പെടുത്തൽ അത് നിർവഹിച്ചിട്ടുള്ളത് അള്ളയാണ്. കൈഫേഷ, അവൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെയാണ് നിങ്ങളെ രൂപപ്പെടുത്തുക. അതിൽ പോലും നിങ്ങൾക്ക് പങ്കില്ല. നിങ്ങളെങ്ങനെ ഉണ്ടായത്, നമുക്ക് അതിൽ പോലും ഒരു ചോയ്സ് പോലും നല്ല തന്നിട്ടില്ല. നമ്മൾ ആരുടെ ഒരു വയറ്റിലുണ്ടായി, നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തിലുണ്ടായി. ഇപ്പം തന്നെ നമ്മുടെ രൂപം അള്ളയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവൻ പ്രതാപിയാണ്, യുക്തിമാനുമാണ്.
അപ്പോൾ ഇതൊക്കെ മതി. ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ യാഥാർത്ഥ്യത്തിലേക്കും സത്യത്തിലേക്കും അള്ളാഹുവിലേക്ക് എത്താൻ ഇതൊക്കെ മതി. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്ത്. ഇനി ഈ വിശുദ്ധ ഖുർആനിൽ മുതശാബിഹാത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മുഹ്കമാത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മുഹ്കമാത്തായ വാക്യങ്ങളാണ് കിതാബിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗം, ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം അതാണ്. അപ്പോൾ മുഹ്കമാത്ത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയില്ലേ, അള്ളാഹിൻ്റെ പരലോകം, ബർസഖി ജീവിതം, മരണാനന്തര ജീവിതം, ഖബറിന് നമ്മൾ മരിച്ച ശേഷമുള്ള ജീവിതം, അതൊക്കെ മുത്തശാബിഹാത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഇപ്പോൾ ആകാശലോകത്ത് ഇപ്പോൾ ജിന്നുകളെ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പറഞ്ഞില്ലേ റഹ്മാനിൽ വലിയ സംവിധാനങ്ങളുമായിട്ട് നമുക്ക് വേണം ആകാശലോകത്തേക്ക് പോകണമെങ്കിൽ. അതിൻ്റെ ചില അതിരുകൾ നമുക്ക് ഭേദിക്കാനാവില്ല. വലിയ സംവിധാനങ്ങളോടെ നമുക്ക് ഭേദിക്കാം, പക്ഷെ അങ്ങനെ ഇനി ഭേദിച്ച് മുന്നോട്ട് പോയാൽ വലിയ തീ കാറ്റും അതുപോലെ തന്നെ വലിയ നശീകരണ സ്വഭാവത്തിലുള്ള പുകയും ഒക്കെയാണ് അവിടുന്ന് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ്? അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ കാടുകയറി ചിന്തിക്കേണ്ട കാര്യം. മുത്തശാബിഹാത്തായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വർഗ നരകങ്ങളിലെ ജീവിതം, നരകത്തിലെ ശിക്ഷകളെ പറ്റി പറയുന്ന വിഷയങ്ങളൊക്കെ, അതൊക്കെ മുത്തശാബിഹാത്തിൽപ്പെട്ട, അതൊന്നും നമുക്ക് പ്രാപ്യമല്ല, നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. എന്നാൽ കാബയെ പറ്റി പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സംഗതിയാണ്. തവാഫിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഹിറാ ഗുഹയിൽ വെച്ച് സംഭവത്തെ പറ്റി പറയുമ്പോൾ ഗാർ ഗുഹ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവ്യക്തമായിട്ടുള്ള മുതശാബിഹാത്തിലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്നാൽ മുഹ്കമാത്തായിട്ടുള്ള വിഷയങ്ങളുണ്ട്. فَأَمَّا الَّذِينَ فِي قُلُوبِهِمْ زَيْغٌ فَيَتَّبِعُونَ مَا تَشَابَهَ مِنْهُ. ഇവിടെ ഈ അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ, വക്രതയില്ലാത്ത, ഈ സൈഗ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു തിരിഞ്ഞ് ചിന്തിക്കാത്ത ആൾക്കാർ, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ, അതായത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള ആളുകൾക്ക് ആ കാര്യങ്ങൾ, ഈ മുത്തശാബിഹാത്തായിട്ടുള്ള വിഷയങ്ങളും അവർക്ക് വിഷയമുള്ള കാര്യമല്ല. അതായത് ഇപ്പം ഒരു സന്ദർഭം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു മക്കയിലെ പരസ്യ പ്രബോധനത്തിൻ്റെ സന്ദർഭത്തിൽ. ഓരോ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴും അതിനൊക്കെ കൊച്ചാക്കുകയും പിന്നെ കളവാക്കുകയും ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ ഓരോ വാർത്തയും പരലോകത്തെ പറ്റി പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ, സ്വർഗത്തെ പറ്റി പറയുമ്പോൾ സ്വർഗത്തിൽ ഇതുണ്ട് കളിയാക്കുന്ന ഖുറൈശികളെയാണ്, മക്കവാസികളെയാണ് നമ്മൾ കണ്ടത്, ശത്രുക്കൾ. അപ്പോൾ അവർക്ക് നല്ലൊരു വടിയായിരുന്നു ഈ ഇസ്രാ മേറാജ് യാത്ര. അപ്പോൾ ആ യാത്ര ഒരു രാത്രി കൊണ്ട് മേറാജിനെ അവർ അംഗീകരിക്കുക എന്നുള്ളതല്ല അവിടെ വിഷയമായത്. മിറാജ് യാത്ര ബൈത്തുൽ മഖ്ദിസിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വരെ പോയി സ്വർഗ നരകങ്ങൾ കണ്ടു, പിന്നെ പരലോക ജീവിതത്തെ പറ്റി ഒരു കൃത്യമായ പിക്ചറുമായിട്ട് തിരിച്ചു വന്നു അല്ലേ. സ്വർഗത്തിൽ ആരുണ്ട്, നരകത്തിൽ ആരുണ്ട്, ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ഒരവസ്ഥയൊക്കെ വന്നപ്പോൾ അതൊന്നും എല്ലാവർക്കും മക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ വലിയ തമാശയായിട്ട് അതിനെ കണ്ടത്, ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് ഫലസ്തീനിലേക്ക് വരെ ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ കാണാം. ഫ്ലൈറ്റിന് പോകുകയാണെങ്കിൽ തന്നെ എത്ര ദൂരം ഉണ്ടെന്ന്. അതാണ് അന്ന് ഒരു കാറ് പോലും ഇല്ലാത്ത ഒരു സമയത്ത് ഒട്ടകം കുതിരപ്പുറത്ത് പോയാൽ പോലും എന്തായാലും ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ട സ്ഥലമാണ് ഈ പറഞ്ഞ ബൈത്തുൽ മുഖദ്ദിസിൽ. അപ്പോൾ അത് വലിയൊരു തമാശയായിട്ട് അവിടെ മക്കയിൽ എല്ലാവർക്കും പരിഹാസം തന്നെ ആയിരുന്നു. വളരെ വൈകാരികമായിട്ടുള്ളൊരു സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരും, അതായത് കൂടുള്ളവർ തന്നെ ഒരു ആശങ്കയോടെ, ഈ പറഞ്ഞ രീതിയിൽ മുത്തശാബിഹാത്തായിട്ടുള്ള പല കാര്യങ്ങളും വരുമ്പോൾ കൂടുള്ളവർ തന്നെ ആശങ്കയോടെ. അപ്പോൾ കുറച്ച് പിന്നെ മക്കയിലെ പ്രമാണിമാരായിട്ടുള്ള കുറച്ച് ആളുകൾ നേരെ ചെല്ലുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ അബൂബക്കർ, വാർത്ത കേട്ടോ, എൻ്റെ സുഹൃത്തിൻ്റെ പുതിയ വാർത്ത എന്താണ്? കളിയാക്കാണ്. വാർത്ത ഇതാ കേട്ടോ, എന്തുമാത്രം മോശമായ വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇപ്പം മനസ്സിലായില്ലേ ഒക്കെ കള്ളക്കഥയാണെന്ന്. അപ്പം അബൂബക്കർ റളിയല്ലാഹു ക്യൂരിയോസിറ്റിയോടുകൂടി ആകാംക്ഷയോടെ ചോദിക്കുക, എന്താണ് നിങ്ങൾ പറ. അത് പറയാനൊന്നുമില്ല, ഇനി വിട്ടേക്ക്. അവർ അങ്ങനെ അഭിപ്രായം പറയുന്നു, ഇനിയൊന്നും പറയാനൊന്നുമില്ല, വിട്ടേക്ക്.
ഈ ഇനിയിപ്പം മുഹമ്മദിനെ നീ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കളിയാക്കി ലാസ്റ്റ് അത് ആ സസ്പെൻസ് പൊട്ടിക്കുകയാണ്. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ മുഹമ്മദ് ഇവിടെ പോയാലോ, മറ്റേ ഫലസ്തീനിൽ ബൈത്തുൽ മഖ്ദിസിൽ പോയി ഒറ്റ രാത്രി കൊണ്ട്. അത് ഒരിക്കലും സംഭവ്യമല്ല. കാരണം നമുക്ക് ഇന്നൊക്കെ പല രീതിയിലും നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം, ഫ്ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിക്കാം. പക്ഷെ അവർക്ക് ഭൗതികതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മുത്തശാബിഹാത്തിൽപ്പെട്ട ഈ ഒരു സംഭവത്തെ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ എന്താ സംഭവിക്കുന്നത്, ആ ഒരു സ്പോട്ടിൽ അബൂബക്കർ റളിയല്ലാഹു അപ്പോൾ എണീറ്റപ്പോൾ തന്നെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ കൈയടിക്കുന്ന സ്വഭാവത്തിൽ കൂടെ നടക്കുക. അന്ന് എല്ലാവരും എല്ലാ പരിപാടി ഒഴിവാക്കിയിട്ട് ഒരു സന്നാഹം തന്നെ കൂടെ ഉണ്ട്. കാരണം അബൂബക്കർ റളിയല്ലാഹു സമ്പന്നനാണ്, നാട്ടിലേറ്റവും പ്രമാണിയാണ്, അതോടൊപ്പം നാട്ടിലേറ്റവും വിശ്വാസ്യനായ ഒരു നേതാവ് കൂടിയാണ്. നേരെ നടക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്ന ഒരു വരവുണ്ട്. എല്ലാവരും കളിയൊക്കെ കൊണ്ടിരിക്കുക, അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ അടുത്തുണ്ട്. ഇതിങ്ങനെ ചോദ്യം ചെയ്യുക. പലരും ചോദിക്കുക, ബൈത്തുൽ മുഖദ്ദസിൽ ഇവർ പോയവരുണ്ടേ, പോയ ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എത്ര തൂണുകളുണ്ട്, അവിടെ കയറുമ്പോൾ എൻട്രൻസിൽ ഇതുണ്ടോ, കളിയാക്കാൻ വേണ്ടി. പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. പലരും കളിയാക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആകെ കൂടെ പ്രയാസത്തിലാണ്. ഒറ്റ രാത്രി കൊണ്ട് പോയി എന്നുള്ള വാർത്ത വല്ലാതെ വിഷമിപ്പിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം. കാരണം ആരെയും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ, അത് മുത്തശാബിഹാത്തിൽ പെട്ട കാര്യമാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന് നേരെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഒറ്റ ചോദ്യമാണ് കേട്ട്. അപ്പം അബൂബക്കർ റളിയല്ലാഹു വരുമ്പോൾ കാണുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തു നിന്ന് എണീക്കണം. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ അങ്ങോട്ട് ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു, കാരണം ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഇത് നിഷേധിച്ചാൽ പിന്നെ മക്കയിൽ എന്തുണ്ടാവില്ല, മക്കയിൽ ഇത് എടുക്കാനുണ്ടാവില്ല, അതായത് ഇസ്ലാം എടുക്കാനുണ്ടാവില്ല. ആ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. കാരണം കുറച്ച് ആളുകൾ വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമാണ്. ഉമർ റളിയല്ലാഹു വന്നിട്ടില്ല, ഹംസ റളിയല്ലാഹു വന്നിട്ടില്ല. ആ ഒരു സാഹചര്യമാണ്. ഇസ്ലാം ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ, ആളുകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു വന്ന് നേരെ ഒറ്റ ചോദ്യം, അയാ റസൂലല്ലാഹ് കേട്ടത് ശരിയാണോ? അപ്പം തിരിച്ച് ഒരു ചോദ്യം, അതെ എന്ന് പറഞ്ഞിട്ട് ഉടനെ ഒരു ചോദ്യം, ഞാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന ഒറ്റ ചോദ്യമാണ്. അപ്പം പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഒരു ഇല അനങ്ങാത്ത രീതിയിൽ എല്ലാവരും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. ഇപ്പം കിട്ടും മറുപടി. ഇത് കിട്ടിയാൽ തീർന്ന്, വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മറുപടിയിലാണ് സിദ്ദീഖ് എന്ന പദം. അബൂബക്കർ റളിയല്ലാഹുവിനെ അള്ളാഹു ആദരിച്ച ഒരു വല്ലാത്തൊരു മുഹൂർത്തമായിരുന്നു അത്. മറുപടി വളരെ മനോഹരമാണ്. ഇതിനേക്കാൾ വലിയ റിസാലത്ത് അംഗീകരിച്ച് എനിക്ക് ഇതംഗീകരിക്കാൻ എന്ത് മടി പ്രവാചകരെ എന്ന് മുഹമ്മദ് അതീഖ് എന്ന അതിപ്രിയപ്പെട്ടവനെ എന്നാണ് അഭിസംബോധന ചെയ്യുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് കണ്ണുനീര് ചാടിക്കൊണ്ട് ചേർത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ ആലിംഗനം ചെയ്യുന്ന ഒരു മുഹൂർത്തമുണ്ട്. എല്ലാ മക്കാരൊക്കെ നാണിച്ചതല്ല, ആ കൂട്ടത്തിലുള്ളവരൊക്കെ നാണിച്ച് അവർ പിരിഞ്ഞുപോയി. അവിടുന്ന് അവരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല, ലാഫായത് അവർ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ അബൂബക്കർ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ആരെയും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് മുത്തശാബിഹാത്തിൽ പെട്ടിട്ട് രാത്രി കൊണ്ട് ബുറാഖ് വരുന്നതും യാത്ര പോകുന്നതും ഒക്കെ, എന്നിട്ട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായതൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് ഒരാളുടെ മുമ്പിൽ മുത്തശാബിഹാത്തിൽപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക? പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ട്. വല്ലാത്തൊരു സൗഹൃദ ബന്ധമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവർ, ഇതൊക്കെ പറയുമ്പോൾ ഈമാനുള്ളവരുടെ മനസ്സിലൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അള്ളാഹുവെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഞങ്ങളുടെ ഹബീബിനെയും മുഹമ്മദ് റസൂലുള്ളയെയും ഒക്കെ കാണാൻ അള്ളാഹുവെ ഭാഗ്യം തരണേ അല്ലാഹ്. അപ്പോൾ ഈ ഒരു മുത്തശാബിഹാത്തിൽപ്പെട്ട കാര്യങ്ങളും മുഹ്കമാത്തിൽ പെട്ട കാര്യങ്ങളും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ആ മുത്തശാബിഹാത്തിൽ പെട്ട കാര്യങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് ആലോചിച്ച് നമ്മൾ പോവേണ്ടതില്ല, അതുകൊണ്ട് കാര്യമില്ല. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അപ്പോൾ ഈ
സൈഗായിട്ടുള്ള വക്രതയില്ലാത്ത ആളുകൾ യത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാ, എന്നാൽ കുഴപ്പം ആഗ്രഹിച്ച് ആശയവ്യക്തത ഇല്ലാത്ത മനുഷ്യന്മാർ അവരിത്തരം മുത്തശാബിഹാത്തായ കാര്യങ്ങളുടെ പിന്നാലെ പോവുകയും ഫിത്ന ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെയും കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ശരിയായ വ്യാഖ്യാനങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. അതിൻ്റെ ശരിയായ വ്യാഖ്യാനം എന്നല്ല, അതിൻ്റെ ശരിയായ നിജസ്ഥിതികൾ. അപ്പം മിറാജ് യാത്ര, ഓക്കെ, മിറാജ് യാത്ര, ഇസ്രാ അവിടുന്ന് ആ ഒരു പലായനാണ്, മക്ക ടു ഫലസ്തീൻ. ആ മിറാജ് ആകാശാരോഹണത്തിൻ്റെ ആ യാത്രയെ പറ്റി അത് അള്ളാഹു ആലം. അത് ഫിസിക്കലി പോയിട്ടുണ്ടോ, ഇനി ആത്മാവ് മാത്രമാണ് പോയത്, അതെങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം, അതൊക്കെ അള്ളാഹു ആലം. നമ്മളത് വിശ്വസിക്കുക എന്ന് മാത്രം. കാരണം ഇങ്ങനെയുള്ള വിഷയത്തിലൊന്നും നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. والراسخون في العلم يقولون آمنا به. ഈ റാസിഖ ആയിട്ടുള്ള ആളുകൾ, പക്വത, മെച്ചോറിറ്റി, ബുലൂഗത്ത് എന്നറിയില്ലേ, അതുപോലെ പക്വമായിട്ടുള്ള ആളുകൾ പറയും യഖൂലൂന ആമന്നാ ബി, ഞങ്ങളതിലൊക്കെ വിശ്വസിച്ചു, ഞങ്ങൾ അതിനേക്കാൾ വലിയ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദ്യം ചോദിക്കുന്നില്ലേ, വഹി എത്തുന്ന റിസാലത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതല്ലല്ലോ മിറാജ് യാത്ര എന്ന് പറയുമ്പോൾ. വല്ലാത്തൊരു വാക്കാണത്. അത് സദ്ദീഖ്, ആ സത്യപ്പെടുത്തലിൻ്റെ യഖീനുള്ള ഈമാൻ്റെ വാക്കാണ്. കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. എല്ലാം ഞങ്ങളുടെ റബ്ബെന്നുള്ളതാണ്, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നേ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ആ വിശ്വാസത്തിലുണ്ടാകും. ബുദ്ധിമാന്മാർ മാത്രമായ ആളുകൾ മാത്രമാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിക്കുക. അല്ലാത്തവർ മുത്തശാബിഹാത്തായിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെ ഇങ്ങനെ അവരുടെ മനസ്സിങ്ങനെ വട്ടം കറക്കുക എന്നല്ലാതെ ഒരിക്കലും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥ ഈമാനോടുകൂടെ ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല. സൈഗായിട്ടുള്ള ദീനിൽ ശരിയായ ഉറച്ച നിലപാടുള്ള ഈമാനുള്ളവർ അവർ അള്ളാഹുവിൻ്റെ മുഹ്കമാത്തായുള്ള കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും മുത്തശാബിഹാത്തിൽ അള്ളാഹ് പറഞ്ഞതിന് അതുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യും. അതിൽ കാട് കയറി ചിന്തിക്കാൻ പോണ്ട പല വിഷയങ്ങളിലും എന്ന് തന്നെയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കും, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ പ്രാർത്ഥന എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. ഞങ്ങളുടെ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ മനസ്സുകളുണ്ടല്ലോ, ബഅദ ഇദ് ഹദൈതന, സന്മാർഗം സ്വീകരിച്ച് ഈമാനിലായി വിശ്വാസത്തിൻ്റെ പാതയിലായ ശേഷം ഞങ്ങളെ നീ വ്യതിചലിപ്പിക്കരുതേ, അതൊന്ന് തെറ്റിച്ച് കളയരുതേ. റബ്ബന ലാ തുസിഗ് ഖുലൂബന, ആ ശരിയായ പാതയിൽ ഞങ്ങളെ മനസ്സിനെ നിലനിർത്തി തരണം. കാരണം ഇവിടെ പിശാജ് ഒരു വശത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ, പിശാജും പിശാജിൻ്റെ ആൾക്കാരും അതിൻ്റെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, അവർ ആ പണി എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല വിദണ്ഡവാദങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ഓളം ഇങ്ങനെ എപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട്. ലോക രാജ്യങ്ങളിലൊക്കെ അവരുടെ പണി അവർ നടത്തിക്കോട്ടെ, പക്ഷെ ഞങ്ങളുടെ മനസ്സിനെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ, അതൊന്ന് തെറ്റിച്ച് കളയല്ലേ എന്ന്, നിർവയിലാക്കിയ ശേഷം അതൊന്ന് തെറ്റിച്ച് കളയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറമില്ലതുൻക റഹ്മ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ, ഇന്നക അൻതൽ വഹാബ്, നീ അത്യുദ്ധാരനായ ഉദാരമതിയായ റബ്ബേ, നീ ഞങ്ങളെ റഹ്മത്തിലാക്കണേ, ഞങ്ങളുടെ വഴികേടിലാക്കല്ലേ, ഞങ്ങളെ ഹിദായത്തിൽ തന്നെ തുടരാൻ ഞങ്ങളുടെ മനസ്സിനെ നീ പ്രാപ്തമാക്കണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അതുകൊണ്ട് നീ എല്ലാ ജനങ്ങളെയും ഒരുമിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ജാമിഉന്നാസ് സംഭവിക്കും, ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ദിവസം. ലാ റൈബ ഫീ, അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പരലോകമുണ്ട്, ഹിസാബുണ്ട്, മീസാനുണ്ട്, സ്വർഗമുണ്ട്, ജന്നത്തുണ്ട്, ജഹന്നമുണ്ട്. ഇന്നല്ലാഹ, തീർച്ചയായും, ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു ഒരിക്കലും വഅദ, മിആദ്,
അള്ളാഹിൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്നുറപ്പുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിന് ശേഷം ഒരു ലോകമുണ്ട്, അവിടെ പരലോകമുണ്ട്, അവിടെ ജഹന്നമുണ്ട്, അവിടെ നരകമുണ്ട്, അതുപോലെ സ്വർഗവുമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ നിഷേധിക്കുകയില്ല എന്ന് ഈമാനുള്ളവർ പറയും എന്ന് അള്ളാഹു പറയാം. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിനെ ഈമാനോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരണപ്പെടാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ, വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വജലത്ത് ഖുലൂബുഹും സാദത്തുഹും ഈമാന, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്ന മനസ്സാക്കി ഞങ്ങളുടെ മനസ്സിനെ വർദ്ധിപ്പിക്കണേ. ആ ഈമാന ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സകങ്ങളിൽ വിശ്വാസമുറപ്പിച്ച് നിർത്തണേ അല്ലാ. മുഹ്കമാത്തായുള്ള വിഷയമാണെങ്കിലും മുത്തശാബിഹാത്തായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും അള്ളാഹുവേ, ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. നിൻ്റെ ഒരായത്തിൻ്റെ വിഷയത്തിൽ നിൻ്റെ പരലോകത്തിൻ്റെ വിഷയത്തിലും നിൻ്റെ ഖുർആൻ്റെ വിഷയത്തിലും ഒരു സന്ദേഹവും ഒരു മനസ്സിലൊരു സംശയവും ഇല്ല റബ്ബേ. നീയാണെല്ലാം, എല്ലാം നീയാണ്, എല്ലാം നിയന്ത്രിക്കുന്നവൻ നീയാണ്. നീ ഹയ്യാണ്, ഖയ്യൂമാണ്. അള്ളാഹുവേ, ഞങ്ങളെ വഴികേടിലാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സിനെ ഈമാനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. അള്ളാഹുവേ, ഖുർആനാകുന്ന ഈ നിൻ്റെ വേദഗ്രന്ഥം അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകളല്ല പുറത്തു താ അല്ലാ. അള്ളാഹുവേ, പാപങ്ങളുടെ വലിയ വലിയ നിര തന്നെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചത് നിനക്കറിയാലോ റബ്ബേ. അള്ളാഹുവേ, പുറത്തു മാപ്പാക്കണേ അല്ലാ. പലതും അറിയില്ല റബ്ബേ, ചെയ്തത് തെറ്റായിപ്പോയെന്ന്, പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് ആളുകളുടെ മനസ്സിൽ അഗാധമായ വേദന ഉണ്ടാക്കിയത് പലതും അറിയില്ല റബ്ബേ. ചില വൈകാരിക നിമിഷങ്ങളിലൊക്കെ നമ്മൾ പ്രതികരിച്ചു പോയ പലതും അള്ളാഹുവേ, ഒരാളുടെ മനസ്സിലും ഒരു വിദ്വേഷവും ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അവരുടെ മനസ്സിലുണ്ടാക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, നന്മയുള്ള മനസ്സാക്കി ഞങ്ങളുടെ മനസ്സിനെ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹിദായത്തിൽ നിലനിർത്തണേ അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. ഈമാനോടുകൂടെ ജീവിപ്പിച്ച് അങ്ങനെ തന്നെ മരണപ്പെടാൻ, കലിമ ചൊല്ലി മരണപ്പെടാൻ സൗഭാഗ്യം ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ തേട്ടങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാ നല്ല സ്വാലിഹായിട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സകങ്ങളിൽ ഈമാൻ കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ. വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാൻ, അതിനെ മനസ്സിലാക്കാൻ, നിന്നെ സ്നേഹിക്കാൻ, നിൻ്റെ ഹബീബിനെ മുഹമ്മദുർ റസൂലുള്ളയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നല്ലപോലെ ആ നബിയെപ്പോലെ ആകാൻ, നബിയുടെ സ്വഭാവം ഉൾക്കൊള്ളാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ദുസ്വഭാവങ്ങളില്ലാതെയാക്കണേ അല്ലാ. ജീവിതത്തിൽ റഹ്മത്ത് നൽകണേ അല്ലാ. പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും നൽകല്ലേ അല്ലാ. ഇനി സഹിക്കാൻ പറ്റാത്ത ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ ഇനിയും തരല്ലേ അല്ലാ. ഇനിയുള്ള കൊച്ചു ജീവിതകാലമെങ്കിലും സന്തോഷത്തോടെ, സകീനത്തിൽ, സമാധാനത്തോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഫലസ്തീനിലേക്ക് നോക്കുമ്പോൾ, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടെ എത്ര കാലം എന്നറിയില്ല അള്ളാഹുവേ, ഈ കേരളത്തിൽ മലയാള നാട്ടിൽ മലയാളിയായിട്ട് ജനിപ്പിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് നല്ല വെള്ളം തന്നു അല്ലാ, നല്ല വെളിച്ചം തന്നു അല്ലാ, നല്ല വീടും സൗകര്യങ്ങളും ഭക്ഷണവും നല്ല മഈശത്തും ഒക്കെ നൽകിയ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ നന്ദികേടിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാക്കല്ലേ അല്ലാ. നന്ദിയുള്ള അടിമകളാക്കണേ അല്ലാ. ഈ ഒരു നല്ല മനുഷ്യരായി, ഈമാനുള്ളവരായി നിൻ്റെ മുമ്പിൽ 5 വഖ്ത് നിസ്കരിക്കുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ അമലുകൾ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വീടകങ്ങളിൽ റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലിസ്ഥലത്തും എല്ലായിടങ്ങളിലും റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. ഇഖ്ലാസോടെ കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇട്ട് തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ.
അവരുടെ വിദ്യാഭ്യാസം നല്ല അറിവ് നൽകണേ. നാഫിയായിട്ടുള്ള ഉപകാരമുള്ള അറിവ് മക്കൾക്ക് നൽകണേ. അവരെ ഈമാനുള്ളവരാക്കണേ. നിൻ്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുന്നവരാക്കണേ. അള്ളാഹുവേ, ഞങ്ങളുടെ മുമ്പിൽ ഈ ദുആയും കേട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നിന്നോട് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നവരാ. അള്ളാഹുവേ, ഖുർആൻ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാ. അള്ളാഹുവേ, ഖുർആൻ്റെ അഹലുകാരാക്കി ഞങ്ങളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അള്ളാഹുവേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം ഞങ്ങളാരും കാണുന്നില്ല, പരസ്പരം അറിയുന്ന പോലുമില്ല. ഈ ശബ്ദം കേൾക്കുന്ന ആരാണ് എന്ന് പോലും അറിയുന്നില്ല. പലരും ആരാണ് ഈ പറയുന്നതെന്ന് പോലും കേൾക്കാതെ, ആരാണ് ഈ പറയുന്ന വ്യക്തിയെന്ന് പോലും അറിയാതെ ഈ അള്ളാഹൻ്റെ കലാം കേൾക്കാൻ മനസ്സ് കാണിച്ചവരില്ലേ? അള്ളാഹുവേ, അത് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്നോടുള്ള മുഹബ്ബത്ത, നിന്നോടുള്ള ഇഷ്ടമാ റബ്ബേ. അവരുടെ മനസ്സിലുള്ള വിശ്വാസത്തിൻ്റെ അളവാ റബ്ബേ കാണുന്നത്. അള്ളാഹുവേ, അവർ എൻ്റെ ശബ്ദമല്ല അവർ കേൾക്കുന്നത്. അള്ളാഹുവേ, നിൻ്റെ ശബ്ദമാ, നിൻ്റെ കലാമാ റബ്ബേ. അതുകൊണ്ട് അള്ളാഹുവേ, ഈ ഒരൊറ്റ കാരണത്താൽ അള്ളാഹുവേ, അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് അവർക്ക് നേടിക്കൊടുക്കണേ അതിനുതകുന്ന ജീവിതമാക്കി അവരുടെ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കി തരണേ ഞങ്ങളുടെ നിയ്യത്തിനെ സ്വീകരിക്കണേ അല്ലാഹുമ്മ റബ്ബന ഗഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. آمين. السلام عليكم ورحمة الله وبركاته.